19-ാം നൂറ്റാണ്ടിന്റെ അവസാനഘട്ടത്തിലാണ് രാജ്യത്തിനകത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന്റെ കാരണങ്ങൾ. അതിനു മുമ്പ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായ പോരാട്ടങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ഏത് സംഭവത്തിലും ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപിച്ചിരുന്നില്ല. കൂടാതെ ആ കാലഘട്ടത്തിലെ പല ബുദ്ധിജീവികളും ഇന്ത്യ ഒരു രാഷ്ട്രമാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. ചരിത്രത്തിലുടനീളം അക്ബർ, അശോകൻ തുടങ്ങിയ മഹാനായ ഭരണാധികാരികളുടെ കീഴിലും മറാഠികളുടെ കാലത്തും രാഷ്ട്രീയ ഐക്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിലനിൽക്കുന്നില്ല. നിരവധി രാജാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നെങ്കിലും സാംസ്കാരിക ഐക്യം എല്ലായ്പ്പോഴും ദൃശ്യമായിരുന്നു. ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ലാലാ ലജ്പത് റായ്, ലാൽ ബഹാദൂർ ശാസ്ത്രി, ബാലഗംഗാധര തിലക് എന്നിവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മഹാത്മാഗാന്ധി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ബ്രിട്ടീഷ് ഭരിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ ദേശീയതയുടെ നേതാവുമായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹത്തെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം സത്യാഗ്രഹത്തിന്റെ തുടക്കക്കാരനായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ സ്വാതന്ത്ര്യം നേടുന്നതിനായി അഹിംസാത്മക പ്രതിരോധ പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ക്, സംസാര ഭാഷയിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ലളിതമായി കോൺഗ്രസ്, ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും ആഴത്തിൽ വേരുകളുള്ള ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 1885 ഡിസംബർ 28-ന് സ്ഥാപിതമായ ഇത് ഏഷ്യയിലും ആഫ്രിക്കയിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉയർന്നുവന്ന ആദ്യത്തെ ആധുനിക ദേശീയ പ്രസ്ഥാനമായിരുന്നു. സ്കോട്ട്ലൻഡുകാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടയാളുമായിരുന്നു അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇദ്ദേഹം മുൻകൈയെടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. A.O. ഹ്യൂമായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി. 1885 ഡിസംബർ 28-ന് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി. അതിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. ഹ്യൂം ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. കൊൽക്കത്തയിൽ നിന്നുള്ള വോമേഷ് ചുന്ദർ ബോണർജി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൃഷ്ണ ഗോഖലെ മിന്നൽ ചാലക സിദ്ധാന്തം നിർദ്ദേശിച്ചു. രാഷ്ട്രീയ ബോധമുള്ള ഇന്ത്യക്കാരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു ദേശീയ സ്ഥാപനം രൂപീകരിക്കാനുള്ള അഭിലാഷത്തിന്റെ പ്രകടനമാണ് യങ് എന്ന് സൂചിപ്പിക്കുന്നു. 1919 മുതൽ 1948 വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി ആധിപത്യം പുലർത്തി. അതുകൊണ്ടാണ് ഈ കാലഘട്ടം ഇന്ത്യൻ ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത്. ഈ സമയത്ത് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആധിപത്യം സ്ഥാപിച്ചു. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിലായിരുന്നു. ദാദാഭായ് നവറോജി ഡോർഡി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യയുടെ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹസ്ഥാപകൻ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യയിലെ ട്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉദയം അടുത്ത എപ്പിസോഡുകളിൽ തുടരും.